നമസ്കാരം. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിഗ് ബോസിൻ്റെ വാർത്തകൾക്ക് ഒരു പഞ്ഞമില്ല. 100 ദിവസമാണ് ബിഗ് ബോസ് എങ്കിൽ അത് വെച്ച് ബാക്കി 260 ദിവസം ഓടിക്കുക എന്നുള്ളതാണ് യൂട്യൂബ് ആൾക്കാരുടെ ചോറ്. അപ്പോൾ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം. അതുപോലെ വീട്ടിൽ വന്നിട്ട് ഇവരൊന്നും ഞങ്ങൾ വിളിച്ചിട്ട് വന്നതല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ റിസൾട്ട്. ഞാൻ ആലോചിച്ച് നോക്കും, അവിടെ വെച്ച് നിൻ്റെയൊക്കെ വീട്ടിൽ പോലും കയറ്റാത്തോളം ആരാ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് രശ്മി പറഞ്ഞുള്ളൂ നമ്മുടെ ആദില എന്ന് പറയാൻ പറ്റി. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ മോഹൻലാൽ പണ്ട് ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന മലബാർ ഗോൾഡ് ചെയർമാൻ്റെ ഫൈസൽ മലബാറിൻ്റെ വീട് പാലുകാശിന് ആദില എന്ന് പറയാൻ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഫൈസൽ കാക്ക പോസ്റ്റിട്ട് ഇങ്ങനെ തള്ളേന്നുള്ള അവമാനിച്ച് നടക്കുന്ന സദാചാരവിരുദ്ധമായി ജീവിക്കുന്ന ഇവരൊന്നും നമ്മൾ വിളിച്ചിട്ട് വന്നതല്ല, നമ്മുടെ ഏതോ മാനേജ്മെൻറ്റിന് അബദ്ധം പറ്റിയതാണെന്നുള്ള രീതിയിൽ പുള്ളി പോസ്റ്റ് ഇട്ടു. പിന്നീട് അത് പിൻവലിച്ചു എന്നുള്ളതാണ് സംസാരം. ഉള്ളതാണോ ഇല്ലയോന്നും നമുക്കറിയില്ല. പക്ഷേ ഡാനിഷ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐ ഡി നിങ്ങൾക്കറിയാം. തൊപ്പി രാവിലെ എണീറ്റു പെടുത്തു എന്നൊക്കെ പറഞ്ഞ് തൊപ്പിയുടെ 24 മണിക്കൂർ തൊപ്പിയുടെ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഡാനിഷിൻ്റെ ഫേസ്ബുക്കിൽ പേജ് വന്നതാണ്. അതിൻ്റെ ഫൈസൽ മലബാർട്ടൻ്റെ FB പോസ്റ്റ് വെക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ വെക്കാം. ഉള്ളതാണോ ഇല്ലയോ അറിയത്തില്ല. എന്തായാലും സംഭവം കൊള്ളാം. ഇതൊന്നും സമൂഹം അംഗീകരിക്കുന്നില്ല. ഇവരെ കൊണ്ട് ഇത് നോർമലൈസ് ചെയ്യിക്കാം എന്നാണ് ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണകൾ. നടക്കില്ല. കാരണം ട്രാൻസ്ജെൻഡേഴ്സിനെ നമുക്ക് അംഗീകരിക്കാം. കാരണം ട്രാൻസ്ജെൻഡേഴ്സിന് ആൺ ശരീരത്തിൽ പെണ്ണായിട്ടും പെൺ ശരീരത്തിൽ ആണായിട്ടും ജീവിക്കേണ്ടി വരുന്ന ആളുകളുടെ മനോവിഷമം മനസ്സിലാക്കാം. പക്ഷേ സെയിം സെക്സ് ജെൻഡർ എന്ന ഈ പരിപാടി, ഹോമോസെക്ഷൽ പരിപാടി എന്ന് പറയുന്നത് അതൊരു ചികിത്സിച്ച മാറാവുന്ന രോഗം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്ക പോലുള്ള വലിയ ഈ പറയുന്ന വളരെ സമൂഹത്തിൽ ഏറ്റവും ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് നമ്മൾ പറയുന്ന സമൂഹങ്ങളിൽ പോലും ഇവരെ അംഗീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഗേ ലെസ്ബിയനെ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല അത്ഭുതപ്പെടുത്തുന്ന വേറെ അറിയുമെന്ന് പറഞ്ഞാൽ അവിടെ ഗേ ലെസ്ബിയൻ കമ്മ്യൂണിറ്റികളുണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മാറാമെന്നുള്ള കാര്യമുള്ളതാണ് സംഭവം. നമ്മുടെ മോഹൻലാൽ പറഞ്ഞുകൊണ്ട് അത് നോർമലൈസ് ചെയ്യണമെന്നും ഇല്ല. എന്തായാലും അങ്ങനെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞതിനേക്കാളും വലിയ ഇൻസൾട്ടാണ് നമ്മുടെ അതിലെന്ന് പറഞ്ഞ് കിട്ടിയത്. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വിളിച്ചിട്ടല്ല വന്നത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനിയെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് മനസ്സിലാക്കുക എന്താണ് പക്ഷേ ഒരു മതപരമായ സംഭവത്തിൽ അവരുടെ സമൂഹം അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് അവരോടുള്ള ബഹുമാനം കൂടുതലാകുന്നതേ ഉള്ളൂ. സത്യം.